Hey guys, welcome back to my YouTube channel. It's me Shema Sufyan. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗായിരിക്കും. ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ കസിൻ്റെ നിക്കാഹാണ്. ഇന്ന് നിക്കാഹ്, നാളെ ഫങ്ഷന്. അപ്പോൾ 2 ദിവസം ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നടക്കുമെന്ന് അറിയില്ല. എൻ്റെ വേറൊരു കസിൻ്റേത് കഴിഞ്ഞ വീക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന്, പക്ഷെ പറ്റിയിട്ടില്ല. ചെറിയ വീഡിയോസ് എടുത്തിന് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഇന്ന് ഞങ്ങൾ ഇപ്പോൾ പോകാൻ പോയിന്ന് ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവിടെ എത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളിപ്പം ബൈക്കിനാണ് പോകുന്നത്, നേരത്തെ പോകുന്നുണ്ട്. ഞാനും എൻ്റെ പെങ്ങളും. ഞാനത് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ നേരത്തെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബൈക്കിന് പോകുന്നതുകൊണ്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് ഡള്ളാവും. അപ്പം അവിടെ നിന്ന് ഫ്രഷായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിട്ട ഔട്ട്ഫിറ്റ് ഞാൻ മിററിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ പുറത്ത് നിന്ന് അവൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഡബ്ല്യുവിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണിത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസാണ്. ആ ഒരു കല്യാണത്തിന് അരിക്കുത്ത് കല്യാണം ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സും കുട്ടികൾക്കൊക്കെയുള്ള ഡ്രസ്സ് ഞങ്ങൾ വാടകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത്, ഇത് തലേ ദിവസമാണ് ഞങ്ങൾ വാടക ഡ്രസ്സൊക്കെ എടുത്തത്. അന്ന് ഞങ്ങൾ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നെയാണ് ഒരുങ്ങിയിട്ടൊക്കെ, കുട്ടികളെ ഒരുക്കിയിട്ടൊക്കെ ഞങ്ങൾ പോയത്. കാരണം അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരുക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഒരുക്കിയത് കാരണം അവിടെ എത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര കരച്ചിലായിരുന്നു. കമ്മലൊക്കെ ഇട്ടിട്ട് വേദന എടുത്തിട്ട് അങ്ങനെ നല്ല ഫോട്ടോസോ വീഡിയോസോ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. अभ्यर्थी कैसे पकड़ के अभ्यर्थी कैसे पकड़ के
സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് വൈറലോ. മോർണിംഗ് ആണ് ഇന്ന്. പിന്നെ എല്ലാവരും ഒരു കളർ തീം കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കളറ്. അപ്പോൾ ഞാനിത് മിന്ത്രയിൽ നിന്ന് എടുത്തൊരു ഔട്ട്ഫിറ്റാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പിന്നീട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ട് അത് ഊരി വെച്ചിട്ടുണ്ടായിട്ടില്ല. അതിന് ഇടണം എന്നുള്ളൊരു വാശിയായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു 1 വീക്ക് ലീവിനായിട്ട്. ഈ ഒരു പിന്നെ അടുത്ത ഫങ്ഷനിൽ തന്നെ ഇക്കാക്ക പോകുന്നതും ഉണ്ട്. ആകെ 1 വീക്കിലായിട്ട് വന്നതാണ്. ഇത് കഴിഞ്ഞ് ആ ദിവസം ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വ്ളോഗൊന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് പിന്നീടുള്ള വീഡിയോസ് ഞാനൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ആ ഒരു കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം ഇനി നമുക്ക് എൻ്റെ അടുത്ത കസിൻ്റെ നിക്കാഹിന് പോവാം. അപ്പം തുടങ്ങാല്ലേ. അപ്പോൾ അതായിരുന്നു കഴിഞ്ഞ നിക്കാഹ് ഡേൻ്റെ കുറച്ച് വിശേഷങ്ങൾ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നാണ് എൻഗേജ്മെൻറ്റ് അവരുടെ. അപ്പം
ഇന്ന് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തത് തന്നെയാണ്. അനുഭൂതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇതിൻ്റെയും ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെയും ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഒരു റീക്രിയേഷൻ വീഡിയോ പോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാം. അപ്പം ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് കണ്ടിട്ടും 2-3 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എടുത്തതിന് റേറ്റ് എത്രയാണെന്നൊക്കെ. അപ്പം ഞാൻ ഈ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഒരു ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ കസിൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ബ്ലാക്ക് തീം കൊണ്ടുവന്നപ്പോൾ പിന്നെ ഞാൻ വേറെ ഡ്രസ്സ് വാങ്ങിയിട്ട് അതിനിടുകയാണ് ചെയ്തത്. ഈ ഒരു ഡ്രസ്സ് ഈ ഒരു ഫംഗ്ഷനിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നും ഞാൻ ഒന്നും മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും മോർണിംഗ് പോയിട്ട് അവൾക്ക് വേഗം തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ തന്നെ മുനീക്കാക്ക പോക്കായി. കറക്റ്റ് 1 വീക്കായിരുന്നു ലീവ്. അതുകൊണ്ട് ആ ഒരു ഡേ തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ അതൊരു എല്ലാവർക്കും ഒരു വിഷമമായി. മുനിയിപ്പോ പോക്കായി അബുദാബി അപ്പനടുത്ത് പോന്നാ
അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇതാ വീട്ടിലെത്തി, നല്ല ടയേർഡായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തിരിച്ചു വരും. അതുവരേക്കും ബൈ.